ഇതിലെ പങ്കാളികളായിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് നിന്ന് ജനാധിപത്യം നിഷ്ക്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ യങ് ഡെമോക്രാറ്റ്സ് ഉയർന്നു വരുന്നു എന്നത് സന്തോഷകരമാണ്. പക്ഷെ നമ്മൾ നേരിടുന്നത് സമഗ്രമായ, സമ്പൂർണമായ ഒരു ഫാസിസ്റ്റ് വിപത്തിനെയാണ് എന്ന് KN ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഫാഷിസം അതൊരു ഗ്ലോബൽ ഡിസൈനാണ്, അതൊരു ഇമ്പീരിയലിസ്റ്റ് അജണ്ടയാണ്. അതൊരു രാജ്യത്ത് മാത്രമായിട്ടല്ല അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് വരുന്നത് എന്ന ചരിത്ര വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് നമുക്കറിയാം. മുസോളിനി ഇറ്റലിയിൽ ആരംഭിച്ചതും ഹിറ്റ്ലർ ജർമ്മനിയിൽ നടപ്പിലാക്കിയതും അമേരിക്കയിലെ വിവിധ ഭരണാധികാരികൾ അമേരിക്കയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും ഇന്ത്യയിൽ ഏതാനും പതിറ്റാണ്ടുകളായി ഫാസിസത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുമുള്ള അതിൻ്റെ വിവിധ ഇനം മാനിഫെസ്റ്റേഷൻസ് നമ്മൾ കാണുകയാണ്. എന്താണ് ഫാഷിസം എന്നത്? ഫാസിസം മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്നു എന്നതാണ്. സമ്പൂർണ്ണ ഫാഷിസം ഒരു രാജ്യത്ത് നിലവിൽ വന്നാൽ അവിടെ മനുഷ്യരുണ്ടാകില്ല എന്നതാണ്. മനുഷ്യന്റെ രൂപം മാത്രമേ ഉണ്ടാവുള്ളൂ. ഭാവം, വികാരം, ചിന്ത അതൊന്നും മനുഷ്യരുടേതായിരിക്കില്ല. അതാണ്. അപ്പൊ അങ്ങനെ ഒരു ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രം നമ്മൾ വേട്ടയാടുമ്പോൾ ആ പ്രത്യയശാസ്ത്രം മനുഷ്യന്റെ ബ്രെയിനിനെ ലക്ഷ്യം വെക്കുമ്പം അവർ സ്വാഭാവികമായും സർവകലാശാലകളെ ആക്രമിക്കും. മുസോളിനി ആദ്യം തകർക്കാൻ ശ്രമിച്ചത് ഇറ്റലിയിലെ സർവകലാശാലകളെയായിരുന്നു എന്ന് നമുക്കറിയാം. ഇന്ത്യയിലും വ്യത്യസ്തമല്ല. ഇപ്പൊ സർവകലാശാലകളെ ഇല്ലാതാക്കണം. കാരണം സർവകലാശാലകളിൽ നിന്നാണ് ഈ പറയുന്ന പ്രക്ഷോഭത്തിന്റെ നാമ്പുകൾ ഉടലെടുക്കുന്നത്. ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് സർവകലാശാലകളിൽ പ്രക്ഷോഭം ഉയർന്നു വരികയാണ്. അപ്പൊ അവിടെ ബൗദ്ധികമായി പിടികൂടുക, ക്യാച്ച് ദം യങ് എന്നവർ പറഞ്ഞത് വെറുതെയല്ല, വളരെ ആസൂത്രിതമാണ്. അപ്പൊ അത് നരേന്ദ്രമോദിയിൽ തുടങ്ങിയതല്ല എന്ന് നമുക്കറിയാം. നരേന്ദ്രമോദി ഈ ഫാസിസ്റ്റ് സമ്പ്രദായത്തിന്റെ ഒരു വിനീത ദാസൻ മാത്രമാണ്, നടപ്പാക്കി കൊടുക്കുന്ന ഒരാൾ മാത്രമാണ്. ഫാഷിസം ഒരു ക്ലാസ് പ്രത്യയശാസ്ത്രമാണ്. അത് നരേന്ദ്രമോദി പോയാലും മറ്റൊരാൾ വന്നാലും ഭരണകൂടത്തിന് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫാസിസം നടപ്പിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ ആഴത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് വേണം. നമ്മൾ നേരിടുന്ന അപകടത്തിന്റെ മാനം എത്ര വലുതാണ്. അതൊരു ചരിത്രം തിരുത്തി എഴുതുന്നതിലോ അല്ലെങ്കിൽ ചില്ലറ പരിഷ്കാരങ്ങൾ വരുത്തുന്നതിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മാത്രമല്ല. യഥാർത്ഥത്തിൽ PM ശ്രീ അല്ല പ്രശ്നം. അങ്ങനെ ഒരു പദ്ധതിയില്ല. പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയമാണ്. ഇപ്പൊ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഒരു SPD തയ്യാറാക്കിയിരിക്കുന്നു. അതാണ് PM ശ്രീ, സ്പെഷ്യൽ പർപ്പസ് വർക്ക് എന്ന് നമ്മൾ പറയും. ഒരു പ്രത്യേക പദ്ധതി നടപ്പാക്കി എടുക്കാൻ വേണ്ടി ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായി ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നു, ഒരു സ്കീം കൊണ്ടുവരുന്നു. അതാണ് PM ശ്രീ. അപ്പൊ അതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന നയം UDF ഗവൺമെന്റിനുണ്ടോ? LDF ഗവൺമെന്റിന് ഉണ്ടായിരുന്നോ? ഇല്ല. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഒരു 80% കേരളത്തിൽ നടപ്പാക്കപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ LDF ഗവൺമെന്റിന്റെ ഭരണകാലത്ത് നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം? ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് വേൾഡ് ബാങ്ക് ആവിഷ്കരിച്ച DPEP-യുടെ, വേൾഡ് ബാങ്ക് തന്നെ പിന്നീട് ആവിഷ്കരിച്ച സർവശിക്ഷ അഭിയാന്റെ, വേൾഡ് ബാങ്ക് തന്നെ അതിന്റെ തുടർച്ചയായി പിന്നീട് ആവിഷ്കരിച്ച
രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാൻ RMSA പദ്ധതിയുടെ, പിന്നീട് വേൾഡ് ബാങ്ക് തന്നെ ആവിഷ്കരിച്ച രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ റൂസ പ്രോജക്റ്റിന്റെ ഇംപ്ലിമെന്റേഷൻ യഥാർത്ഥത്തിൽ NEP 2020. റൂസായുടെ പേര് മാറ്റി അവർ PM ഉഷ എന്നിട്ടു. PM ശ്രീ എന്നപോലെ PM ഉഷ എന്ന് പേരിട്ടു. അല്ല, അതിനൊരു ഭാരതീയ ഒരു നാമധേയം കൊടുക്കുന്നു എന്ന് മാത്രം. പക്ഷെ നമ്മൾ അതിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങുമ്പം നമുക്ക് കാണാം, ഞാൻ ഈ പറഞ്ഞ പ്രോജക്റ്റുകളിൽ അവതരിപ്പിച്ചിരിക്കുന്ന എല്ലാ ആശയങ്ങളും NEP 2020 അത് ക്രോഡീകരിക്കപ്പെട്ടിരിക്കുകയാണ്. എഴുത്തും വായനയും കൊടുക്കാതിരിക്കുക എന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം ഒന്നാമതായി ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിൽ NEP നടപ്പിലാക്കപ്പെട്ടു എന്ന് ഞാൻ പറയുന്നത് കേരളത്തിൽ എഴുത്തും വായനയും നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അഥവാ ആ നിരോധനം വൻതോതിൽ നടപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. അത് DPEPയുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പൊ നമ്മൾ നേരിടുന്ന വെല്ലുവിളി ഈ കരിക്കുലമാണ്. ആ കരിക്കുലം ഡീസെൻട്രലൈസ്ഡ് ആണ്. ആ കരിക്കുലം എഴുത്തും വായനയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ആ കരിക്കുലം ശാസ്ത്രവിരുദ്ധമാണ്. ആ കരിക്കുലം ചരിത്ര നിഷേധമാണ്. ആ കരിക്കുലം റോബോട്ടുകളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നു. സ്കിൽ ഡെവലപ്മെന്റ് ആണ്. നിങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം പരിശോധിക്കൂ, അതിൽ എഡ്യൂക്കേഷൻ എന്നൊരു സാധനമേ ഇല്ല. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി അവർ തയ്യാറാക്കിയ ഫ്രെയിംവർക്ക് പരിശോധിക്കൂ. നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്നാണ് അതിന്റെ പേര്. നാഷണൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് അല്ല. എന്തുകൊണ്ടല്ല? കാരണം എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് എഡ്യൂക്കേഷൻ. അപ്പൊ PMC ആണെങ്കിലും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയമാണെങ്കിലും അത് നടപ്പാക്കാൻ വേണ്ടി തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്ന വിവിധ ഇനം പദ്ധതികൾ, FIUGP ഉൾപ്പെടെ 4-year ഡിഗ്രി കോഴ്സ് ഉൾപ്പെടെ ഉള്ള പദ്ധതികൾ നമ്മൾ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുമ്പം ഈ ഫാസിസത്തിന്റെ പ്രത്യയശാസ്ത്രം ചുരുളഴി. എഡ്യൂക്കേഷൻ വേണ്ട, സ്കില്ല് കൊടുത്താൽ മതി എന്ന് പറയും. അപ്പൊ നമ്മൾ ഉടനെ സ്കിൽ എന്ന് കേൾക്കുമ്പോൾ വീണ്ടും കൺഫ്യൂസ്ഡ് ആവും. സ്കില്ല് നല്ലതാണല്ലോ എന്ന് ഓർക്കും. അല്ല, അറിവ് നൽകാതെ, എഴുത്തില്ലാതെ, വായനയില്ലാതെ, പഠനങ്ങളില്ലാതെ, ചിന്തയില്ലാതെ, ബൗദ്ധികതയെ നിഷേധിച്ചുകൊണ്ട് കേവലം സാങ്കേതികമായ ചില നൈപുണികൾ വളർത്തിയെടുക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെങ്കിൽ, വിദ്യാഭ്യാസത്തെ ആ വിധത്തിൽ അവര് പുനഃസംഘടിപ്പിക്കുന്നുവെങ്കിൽ പിന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞു. ആ പാരഡൈം ഷിഫ്റ്റ് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളതിന് പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയും. കീഴ്മേൽ മറിക്കുക. എഡ്യൂക്കേഷണൽ ട്രയാഡ്, പ്രസിദ്ധമായ നമ്മൾ എന്താ പറയാ ത്രിമൂർത്തികളാണ്, വിദ്യാഭ്യാസത്തിന്റെ ത്രിമൂർത്തികൾ എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനമായിട്ട് പറഞ്ഞിരുന്നത് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, നോളജ്, നോ ഹൗ, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സ്കിൽ, ഇങ്ങനെയാണ് നമ്മൾ അതിൽ പറഞ്ഞിരുന്നത്. എന്നാൽ പുതിയ സാമ്രാജ്യത്വ ശക്തികൾ വിദ്യാഭ്യാസത്തിൽ ഇടപെടുകയും വേൾഡ് ബാങ്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രത്യേകമായ റിസർച്ചുകൾ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പുതിയ വിദ്യാഭ്യാസ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തതിനു ശേഷം എഡ്യൂക്കേഷണൽ ട്രയാഡ് മാറി. ഇപ്പൊ എഡ്യൂക്കേഷണൽ ട്രയാഡ് എന്ന് പറയുന്നത് സ്കിൽ ഒന്നാം സ്ഥാനത്താണ്, നോ ഹൗ, ദെൻ നോളജ്. നോളജ് എന്നത് റീഡിഫൈൻഡ് ആണ്. ഇപ്പൊ നമ്മള് സ്കൂളിൽ പോകുന്നതും കോളേജിൽ പോകുന്നതും നോളജിന് വേണ്ടിയിട്ടാണ്, അറിവ് ആർജിക്കാനാണല്ലോ. പക്ഷെ അറിവ് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. The very concept of knowledge has been redefined. നിങ്ങൾ ഈ ഡോക്യുമെന്റ്സ് മുഴുവൻ വായിക്കൂ. അതിലെവിടെയും വിജ്ഞാനം എന്ന സങ്കല്പമില്ല. നോളജ് എന്ന പദം ചിലപ്പോൾ പ്രയോഗിക്കുമായിരിക്കാം, പക്ഷേ ആ വിജ്ഞാനത്തെ അടിസ്ഥാനപ്പെടുത്തി പതിറ്റാണ്ടുകളിലൂടെ നമ്മുടെ നവോത്ഥാനം സൃഷ്ടിച്ച, നമ്മുടെ ജനാധിപത്യ പ്രക്ഷോഭങ്ങളിലൂടെ നാം വളർത്തിയെടുത്ത, നമ്മളിപ്പോൾ വിദ്യാഭ്യാസം, സാർവത്രിക വിദ്യാഭ്യാസം, ജനാധിപത്യ വിദ്യാഭ്യാസം, ശാസ്ത്രീയ മതേതര എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഇങ്ങനെയുള്ള പദാവലികളിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്ന അഥവാ നമ്മൾ പടുത്തുയർത്തിയ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ടല്ലോ, ആ സമ്പ്രദായത്തെ അറബിക്കടലിൽ ഒഴുക്കി കളഞ്ഞിരിക്കുന്നു. പകരം ഈ പറയുന്ന റോബോട്ടിക് സ്കില്ല് കൊടുക്കുക,
ആ റോബോട്ടിക് സ്കിൽ നിയോ ലിബറലിസത്തിന്റെ മാനിഫെസ്റ്റേഷനാണ്, അതിന്റെ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് അത് കൊടുക്കുക. കാരണം ഗ്ലോബൽ മാർക്കറ്റിന് അങ്ങനെയുള്ള സ്കിൽഡ് ലേബറേഴ്സിനെ, ചീപ്പ് ലേബർ ഫോഴ്സിനെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കും. 4 ഇയർ ഡിഗ്രി കോഴ്സ് ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന NEP-യുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഉദാഹരണമായിട്ട് നമ്മൾ എടുത്താൽ, DPP കോൺക്രീറ്റ് ഉദാഹരണമാണ്, പക്ഷെ ഏറ്റവും പുതിയ എടുത്താൽ അതിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ലല്ലോ, ശാസ്ത്രം പഠിപ്പിക്കുന്നില്ലല്ലോ, ചരിത്രമില്ലല്ലോ, സാഹിത്യം ഔട്ട്ഡേറ്റഡ് എന്നാണ് പറയുന്നത്. അപ്പൊ സാഹിത്യമില്ലാതെ, ചരിത്രമില്ലാതെ, ശാസ്ത്രത്തിന്റെ അടിസ്ഥാന പാഠങ്ങളില്ലാതെ എങ്ങനെയാണ് മനുഷ്യൻ ഡെവലപ്പ് ചെയ്യുക? മനുഷ്യനുണ്ടാകത്തില്ല. നോക്കൂ, കേരളത്തിൽ എത്ര പേർ ഇപ്പൊ പത്രം വായിക്കുന്നുണ്ട്? എത്ര പേർ സീരിയസ് ആയിട്ട് വായിക്കുന്നു? അതിന്റെ ശതമാന കണക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത് കുറഞ്ഞു കുറഞ്ഞു വരിക. വാസ്തവത്തിൽ അതാണ് ഫാഷിസം സൃഷ്ടിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്. അവർക്കൊരു ഫാസിസം എപ്പോഴാണ് കടന്നു വരുന്നത്? ബൗദ്ധികത ചോർന്നു പോകുമ്പോഴാണ്. ശാസ്ത്രബോധവും ചരിത്രബോധവും സമ്പൂർണ്ണമായി നിരാകരിക്കപ്പെടുകയും നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് യഥാർത്ഥത്തിൽ ഫാസിസ്റ്റ് ശക്തികൾക്ക് ഏറ്റവും സുഗമമായി കടന്നു വരാൻ പറ്റുന്നത്. ഫാസിസം എന്ന് പറഞ്ഞാൽ ആക്രമണോത്സുകത മാത്രമല്ല. നമ്മൾ പണ്ട് കരുതിയിരുന്നത് ഹിറ്റ്ലർ നടത്തുന്ന ആക്രമണങ്ങൾ കണ്ടിട്ട് ഫാഷിസം എന്ന് പറയുന്നത് ഒരു ആക്രമണോത്സുകമായ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു കടന്നുകയറ്റമായിട്ടാണ്. അങ്ങനെയല്ല. ഫാഷിസം ഇന്ന് ആധുനിക കാലത്ത് വരുന്നത് ബൗദ്ധികമായ തലത്തിൽ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടാണ്, മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ്. അവന്റെ ബുദ്ധിയെ, ചിന്തയെ, വികാരങ്ങളെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടാണ്. അനുസരിക്കാൻ മാത്രം കഴിയുന്ന ഒരു ജനതയെ മാനസികമായി ചിട്ടപ്പെടുത്തുന്ന ആ റെജിമെന്റേഷനാണ്. നമ്മൾ റെജിമെന്റേഷൻ ഓഫ് തോട്ട് എന്ന് പറയും ഫാഷിസത്തെ സംബന്ധിക്കുന്ന പഠനങ്ങളിൽ. ആ റെജിമെന്റേഷൻ ഓഫ് തോട്ട് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഞാൻ ഇന്നത്തെ ഈ ചർച്ചയിൽ അതിന്റെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അധികം പോകുന്നില്ല, കാരണം നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് അതല്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ പദ്ധതി ഇമ്പോസ് ചെയ്യാം, ഫെഡറലിസത്തെ തകർക്കുന്നു എന്ന് പറയുമ്പം, ഇപ്പൊ PM ശ്രീ എന്ന് പറയുന്ന അതൊരു വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് PM ശ്രീ? പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ കഴിഞ്ഞല്ലോ. വിദ്യാഭ്യാസമായിട്ട് ബന്ധമില്ല. അത് പ്രധാനമന്ത്രിയുടെ ഒരു പ്രത്യേക പ്രോജക്റ്റാണ്. അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രോജക്റ്റ് അല്ല, ഒരു വിദ്യാഭ്യാസ കമ്മീഷന്റെ ശുപാർശയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല. പ്രധാനമന്ത്രിക്ക് എന്താ ഇവിടെ കാര്യം? എടാ, നമ്മുടെ രാജ്യത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണോ? പക്ഷേ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അത് ഇമ്പോസ് ചെയ്യാണ് സംസ്ഥാനങ്ങളുടെ മേൽ. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ് ഇപ്പോഴും. വിദ്യാഭ്യാസം സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു, സ്റ്റേറ്റ് സബ്ജക്റ്റ് ആകണം എപ്പോഴും. ഇന്ദിരാഗാന്ധിയാണ് അതിനെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. പക്ഷെ ഇപ്പോ വിദ്യാഭ്യാസം സെൻട്രൽ ലിസ്റ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ MOU ഇപ്പോ കഴിഞ്ഞ ഇടതുപക്ഷം എന്ന പേര് വഹിക്കുന്ന, ഇടതുപക്ഷമായിട്ട് പുലബന്ധം പോലുമില്ലാത്ത കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഒപ്പുവെച്ച PM ശ്രീ MOU നമ്മൾ പരിശോധിച്ചാൽ സെൻട്രലൈസേഷനാണ്. അങ്ങനെ ഒരു MOU ഒപ്പുവെക്കാൻ പറ്റത്തില്ല. എന്തടിസ്ഥാനത്തിലാണ് MOU കൊണ്ട് ദേശത്തിന്, ഇന്ത്യയിലെ വ്യത്യസ്ത ഫെഡറൽ സിസ്റ്റത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് അത് ഒപ്പിടാൻ പറഞ്ഞിരിക്കുക, ഒപ്പിട്ട് കൊടുത്തിരിക്കുക. അത് ഒപ്പിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് നൽകില്ല എന്ന് പറയാം. നിങ്ങൾക്ക് ഫണ്ട് നൽകില്ല എന്ന് പറയാൻ കേന്ദ്ര ഗവൺമെന്റിന് എന്താണ് അധികാരം? ഒരു അവകാശമില്ല, ഒരു അധികാരമില്ല. അപ്പൊ ഒരു അധികാരമില്ലാതിരിക്കെ ഇല്ലാത്ത അധികാരം പ്രയോഗിച്ചുകൊണ്ട് അവർ പറയുകയാണ് നിങ്ങളിത് ഇംപ്ലിമെന്റ് ചെയ്യണം. എന്ത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ്? എന്താ PM ശ്രീയുടെ ഒന്നാമത്തെ കരാർ? NEP 2020 will be implemented in its entirety in the entire state എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇപ്പൊ തീർന്നല്ലോ. അപ്പൊ NEP നടപ്പാക്കാൻ PM ശ്രീ പ്രോജക്റ്റിൽ നിങ്ങൾ ഒപ്പുവെച്ചേ മതിയാകൂ. ആ PM ശ്രീ പദ്ധതി 60-40 അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമ്മൾ 40% നമ്മൾ മുടക്കണം. കേരളം മുടക്കിയാൽ മാത്രമേ അത് PM ശ്രീ പദ്ധതി മുന്നോട്ട് പോകൂ. അപ്പൊ നമ്മൾ പണം കൊടുത്ത് ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നടപ്പിലാക്കണം, പഞ്ചാബിൽ നടപ്പിലാക്കണം. എന്തടിസ്ഥാനത്തിൽ പറ്റും? ആ MOU തന്നെ ഇൻവാലിഡ് ആണ്. കാരണം ഇൻവാലിഡ് എന്ന് പറയാൻ കാരണം അത് ക്യാബിനറ്റ് അപ്രൂവൽ ഇല്ല എന്നതുകൊണ്ട്. ക്യാബിനറ്റ് അപ്രൂവൽ ഇല്ല എന്ന് മാത്രമല്ല, ക്യാബിനറ്റ് ഡിസിഷന് വിരുദ്ധമായി അത് വയലേഷൻ ഓഫ് ദ ക്യാബിനറ്റ് ഡിസിഷനാണ്.
2024 ഒക്ടോബർ മാസത്തെ ക്യാബിനറ്റിൽ PM ശ്രീയിൽ നാം ഒപ്പുവെക്കേണ്ടതില്ല എന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. There is a clear decision of the cabinet. 2025 ഏപ്രിൽ മാസം വീണ്ടും ക്യാബിനറ്റിൽ അവതരിപ്പിക്കപ്പെടുകയാണ് PM ശ്രീ. അപ്പോഴും ഒപ്പുവെക്കേണ്ടെന്ന് തീരുമാനിച്ചു. അപ്പൊ അതിന് വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. വയലേഷൻ ഓഫ് ദ ക്യാബിനറ്റ് ഡിസിഷൻ ആണ്. അതുകൊണ്ട് അത് ഇൻവാലിഡ് ആണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. റൂൾസ് ഓഫ് ബിസിനസിൽ നിയമസഭയുടെ ഗവൺമെന്റിന്റെ റൂൾസ് ഓഫ് ബിസിനസ് സെക്ഷൻ 10 വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ആരും ഒപ്പുവെച്ചാലും ശരി, അത് വാസുകിയല്ല, ഇനി പിണറായി വിജയൻ പോയി ഒപ്പുവെച്ചാലും അതിന് വാലിഡിറ്റി ഇല്ല, കോൺസ്റ്റിറ്റ്യൂഷനിൽ വാലിഡിറ്റി ഇല്ല. എന്തായാലും MOU ആണ്, കരാറല്ല. MOU നിന്ന് എപ്പോഴാണ് പിന്മാറാം. നമ്മൾ MOU മുന്നോട്ട് പോകുക. അതുകൊണ്ടാണല്ലോ നവംബർ 12 കേരള സർക്കാർ കത്തയച്ചത്. ഇവിടെ ഇംപ്ലിമെന്റേഷന് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അത് ഒന്നുകൂടെ പരിശോധിക്കാൻ പോവുകയാണ്. സോ യു കീപ് ഇറ്റ് ഇൻ അബയൻസ്. കെപ്റ്റ് ഇൻ അബയൻസ് എന്ന് നമ്മൾ പറയുന്ന സാധനം അത് കെപ്റ്റ് ഇൻ അബയൻസ് ആണ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നാണല്ലോ. നടപ്പിലാക്കുന്നില്ല, തൽക്കാലം നടപ്പിലാക്കുന്നില്ല, അത്രയും പറഞ്ഞല്ലോ. അപ്പോ അതുകൊണ്ട് UDF ഗവൺമെന്റിന് പിന്മാറാം. പക്ഷെ UDF ഗവൺമെന്റിന് പിന്മാറാൻ കഴിയാത്തത് അവർക്ക് ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായി ഒരു നയമില്ലാത്തത് കൊണ്ടാണ്, ഒരു നിലപാടില്ലാത്തത് കൊണ്ടാണ്. അവരാ നയം എടുക്കണം. കാരണം LDF ഗവൺമെന്റിനെ കേരള സംസ്ഥാനം ചവിട്ടി പുറത്താക്കിയത് PM ശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എടുത്ത ജനാധിപത്യ വിരുദ്ധതയുടെ പേരിലാണ്. മോദി ഗവൺമെന്റിന്റെ നയങ്ങൾ അപ്പടി, അത് ലേബർ കോഡാകട്ടെ, ദേശീയ വിദ്യാഭ്യാസ നയമാകട്ടെ, NSN പ്രോജക്റ്റ് ആകട്ടെ, കേരയിൽ പദ്ധതി ആകട്ടെ, എല്ലാം കേന്ദ്രം സർക്കാരിന്റെ പദ്ധതികൾ അപ്പടി നടപ്പിലാക്കിയത് വഴി സൃഷ്ടിക്കപ്പെട്ട പ്രതിസന്ധിയാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ തീരുമാനം UDF ഗവൺമെന്റ് എടുക്കണം. എന്താ രാഷ്ട്രീയ തീരുമാനം? PM ശ്രീ MOUമായി നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. ഇപ്പൊ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം അത് കെപ്റ്റ് ഇൻ അബയൻസിലായിരിക്കും, മുന്നോട്ട് പോകുന്നില്ല, അത്രേ ഉള്ളൂ. മന്ത്രിസഭാ ഉപസമിതിയെ തീരുമാനിച്ചു. മന്ത്രിസഭാ ഉപസമിതി ഇങ്ങനെ വിറക്കിയ അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, കാരണം വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഒരു വലിയ റെസിസ്റ്റൻസ് മൂവ്മെന്റ്, സേവ് എഡ്യൂക്കേഷൻ മൂവ്മെന്റ് ബിൽഡപ്പ് ചെയ്യണം എന്നതാണ് എൻ്റെ വിനീതമായ റിക്വസ്റ്റ്. അത് മതാടിസ്ഥാനത്തിലല്ല, ജാതി അടിസ്ഥാനത്തിലുമല്ല. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ നമുക്ക് ഇസ്ലാമിക പ്രത്യയശാസ്ത്രം കൊണ്ട് പ്രതിരോധിക്കാനാവില്ല, ക്രിസ്ത്യൻ ഐഡിയോളജി കൊണ്ട് പ്രതിരോധിക്കാനാവില്ല, ദളിത് സ്വത്വ സങ്കല്പങ്ങൾ കൊണ്ട് പ്രതിരോധിക്കാനാവില്ല. ഹിന്ദുത്വ എന്ന ഫാസിസ്റ്റ് ഐഡിയോളജിയെ പ്രതിരോധിക്കാൻ ജനാധിപത്യപരമായ, വിശാലമായ, മതേതരമായ ഒരു വലിയ ബഹുജന പ്രക്ഷോഭത്തിന് മാത്രമേ അതിനെ പ്രതിരോധിക്കാനാവൂ. തീർച്ചയായിട്ടും നമുക്ക് പ്രതിരോധിക്കാനാവും, അതിനകത്ത് ആശങ്കകളുണ്ട്. പക്ഷേ ചരിത്രത്തിന്റെ ഗതിവിഗതികൾ നമ്മൾ പഠിച്ചാൽ, ചരിത്ര വിദ്യാർത്ഥികൾ നമുക്കറിയാം, സമൂഹം മുന്നോട്ട് തന്നെ പോകും. ഈ പ്രതിസന്ധി നമ്മൾ മറികടക്കുക തന്നെ ചെയ്യും, ഒരു തർക്കമില്ല. ഇതൊരു പ്രതിസന്ധിയാണ്, വൈജ്ഞാനികമായ പ്രതിസന്ധിയാണ്, വിദ്യാഭ്യാസപരമായ പ്രതിസന്ധിയാണ്, സാമൂഹ്യമായ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി ഭരണകൂടം ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടി, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഇങ്ങനെ വിഭജിക്കാൻ വേണ്ടി വളരെ ആസൂത്രണം ചെയ്തിരിക്കുന്ന ഒരു തിരക്കഥയ്ക്കനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളതിനെ ബദൽ അവതരിപ്പിക്കുകയാണ്, നമ്മളതിനെ റെസിസ്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഇപ്പോൾ ഹിന്ദുമത വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഈ മതപരം എന്ന് പറഞ്ഞാൽ അതിന്റെ മതത്തിൽ നിന്ന് വർഗീയതയിലേക്ക് വഴുതിപ്പോകുന്ന, അതിലേക്ക് ചാലുവെട്ടി തിരിച്ചുവിടുന്ന, ആ വർഗീയതയെ പ്രോജ്വലിപ്പിക്കുന്ന ആ പ്രത്യയശാസ്ത്രത്തെയാണല്ലോ നമ്മൾ ഈ വർഗീയ ഹിന്ദുത്വ എന്ന് പറയുന്നത്. ഹിന്ദുമതമായിട്ട് ബന്ധമില്ല. ഹിന്ദുത്വ ഈസ് എ ഡിഫറെന്റ് ഐഡിയോളജി. ഇസ്ലാം മതം, ഹിന്ദുമതം, ക്രിസ്തുമതം, അങ്ങനെ പല മതങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഹിന്ദു എന്ന ഒരു പദത്തെ ഉപയോഗിച്ച്, ഭൂരിപക്ഷ വിശ്വാസത്തെ ഉപയോഗിച്ച് അവർ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു വർഗീയ പ്രത്യയശാസ്ത്രം അവതരിപ്പിക്കുക. ആ പ്രത്യയശാസ്ത്രം ഇസ്രായേലിൽ അവർ നടത്തുന്ന
വംശഹത്യയുടെ പ്രത്യയശാസ്ത്രം തന്നെയാണ്, സയനിസം തന്നെയാണ്, അതിന്റെ വേറൊരു മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ ഓരോ രാജ്യത്ത് അതത് രാജ്യങ്ങളുടേതായ രൂപം ആർജിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഹിന്ദുത്വത്തിന്റെ രൂപത്തിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലൊരു ബഹുജന പ്രസ്ഥാനം വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ബിൽഡപ്പ് ചെയ്യണം എന്നതാണ് PM ശ്രീയും ദേശീയ വിദ്യാഭ്യാസ നയവും നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഞാനുണ്ട് മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്നത്തെ നമ്മുടെ ഈ ചെറു പ്രഭാഷണത്തിൽ സമയം അതിക്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, സാർവത്രികമായ വിദ്യാഭ്യാസം, നമ്മൾ പറയുന്ന ജനാധിപത്യ വിദ്യാഭ്യാസം, നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം ഇന്ന് നമ്മുടെ കൺമുന്നിൽ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും തകർന്നുകൊണ്ടിരിക്കുകയാണ്, തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വിദ്യാഭ്യാസത്തെ വീണ്ടെടുക്കാൻ, അങ്ങനെ വിദ്യാഭ്യാസത്തെ വീണ്ടെടുക്കുന്നതിലൂടെ മനുഷ്യരെ വീണ്ടെടുക്കുവാൻ, മനുഷ്യരെ സൃഷ്ടിക്കുവാൻ ബദൽ വിദ്യാഭ്യാസം കൊടുക്കണം. ഇപ്പൊ നമ്മൾ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി ബദൽ വിദ്യാഭ്യാസം കൊടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുക. ഇപ്പൊ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ തൃശ്ശൂർ നമ്മളിപ്പോ അക്ഷര പഠന കളരികൾ ആരംഭിച്ചു, എറണാകുളത്ത് നമ്മൾ ആരംഭിച്ചു. അക്ഷരം നമ്മൾ പഠിപ്പിക്കും, സർക്കാർ പഠിപ്പിക്കില്ല. ചരിത്രം നമ്മൾ പഠിപ്പിക്കും, സർക്കാർ പഠിപ്പിക്കില്ല. ശാസ്ത്രം നമ്മൾ പഠിപ്പിക്കും, സർക്കാർ പഠിപ്പിക്കില്ല. അപ്പൊ വിദ്യാഭ്യാസത്തെ, ദേശീയ വിദ്യാഭ്യാസ നയത്തെ നമ്മൾ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ വിദ്യാഭ്യാസ സമ്പ്രദായം ബദലായി ഈ സമൂഹത്തിൽ വളർത്തിയെടുത്തുകൊണ്ട് മനുഷ്യരെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് ഫാസിസത്തിനെതിരായിട്ടുള്ള ഈ മൂവ്മെന്റ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഏവർക്കും അഭിവാദ്യം.